ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് തേഴ്സ്ഡേ ഈവനിങ്. വീട്ടിലെ മോട്ടർ ഇടണമെങ്കിൽ ഇതുപോലെ ചില പരിപാടികളൊക്കെ ചെയ്യണം കേട്ടോ. താഴെയും മേളിലും 2 ടാങ്കിലായിട്ടാണ് വെള്ളം നിറയുന്നത്. ഈ വീട്ടിൽ ഞാൻ ഇന്നേ വരെ ഒരേ ഒരു പാമ്പിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു കോടി ഒച്ചിനെ കണ്ടിട്ടുണ്ടാവും. ബഫല്ലോ ഗ്രാസും കൂടെ വെച്ചതിൽ പിന്നെ ഇത്തിരി മഴ പെയ്താൽ മതി, പിന്നെ ഒരു ലോഡ് ഒച്ചും അതിന്റെ കുഞ്ഞുങ്ങളും ഒക്കെ കാണും. ഈ തോടില്ലാത്തൊരു സാധനം വരും, അതിനാണ് എനിക്ക് ഒട്ടും പറ്റാത്തത്. ഇന്ന് വൈകുന്നേരം ചായ ഇടുന്നതിനേക്കാളും മുന്നേ ഞാൻ ഡിന്നർ അങ്ങ് ഉണ്ടാക്കി വെക്കുവാണ്. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു സുമതി വളവൊന്ന് കാണണമെന്ന്. ഇങ്ങനെയുള്ള മൂവീസ് ഒന്നും എനിക്ക് ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആലൻ എത്തുമ്പോഴത്തേക്ക് സകല പരിപാടി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് ഒരുമിച്ച് സിനിമ കാണാം. ചപ്പാത്തിയും മുട്ടക്കറിയാണ് നമ്മുടെ ഡിന്നർ. മുട്ടക്കറി എളുപ്പത്തിൽ വെച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് സവാള നമ്മുടെ ചോപ്പറിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിലരിഞ്ഞാലും കരയാനുള്ളത് നമ്മൾ തന്നെ കരയണം, കുറച്ച് കൂടുതലും കരയും. നല്ല രീതിയിൽ സവാളയ്ക്കകത്ത് വെള്ളമൊക്കെ ഊസൗട്ട് ചെയ്ത് വരുമല്ലോ. ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒന്ന് പിഴിഞ്ഞിട്ടാൽ മതി, പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് കുക്കറിലാണ് മുട്ടക്കറി വെക്കുന്നത്. 1 ലിറ്ററിൻ്റെ കുക്കർ അങ്ങോട്ട് എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ 2-3 ഗ്രാമ്പും കുറച്ച് പട്ടയും ഇത്തിരി പെരുംജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഞാൻ അതിനൊപ്പം തന്നെയാണ് ചേർത്തത്. പച്ചമണം മാറിക്കഴിഞ്ഞപ്പോഴേക്ക് നേരത്തെ പറഞ്ഞ പോലെ സവാള ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആര് വന്ന് കുക്ക് ചെയ്താലും അമ്മയാണെങ്കിൽ പോലും കരണ്ടി എവിടെ, ഇളക്കാനുള്ള കരണ്ടി എവിടെ വെച്ചിരിക്കുന്നത്, നിനക്കത് ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചുകൂടെ എന്ന് ചോദിക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരൊറ്റ സാധനമാണ്. ഇളക്കാനാണെങ്കിലും വറുക്കാനാണെങ്കിലും എല്ലാത്തിനും ഇത് മതി. അതുകൊണ്ട് തന്നെ പുറത്തിരുന്ന 2-3 സ്റ്റീൽ കരണ്ടിയും കൂടെ ഞാനിപ്പോൾ ആ കബോർഡിന് അകത്തങ്ങ് വെച്ചേക്കുവാണ്. നമുക്കിതിലെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ഗരം മസാല, എരിവിന് സാദാ മുളക് പൊടി, നിറത്തിന് കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഈ അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പ് നല്ലപോലെ മൂത്ത് വരുമ്പോൾ ലേശം വിനാഗിരിയും അല്പം പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കാറുണ്ട്. ഇത് ഓപ്ഷണലാണ്. എനിക്ക് മുട്ടക്കറിക്ക് ചെറിയൊരു മധുരമൊക്കെ വേണം. ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച്, പുഴുങ്ങാനുള്ള മുട്ടയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്, പുഴുങ്ങിയ മുട്ടയല്ല. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതങ്ങ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഇവരെ 2 പേരെയും അങ്ങ് കഴുകി മാറ്റാം. ഇനി അവരുടെ ആവശ്യമില്ല. ആ സ്പൂണിൽ സെർവിങ് നടക്കത്തില്ല, കുക്കിംഗ് മാത്രമേ നടക്കത്തുള്ളൂ. അത് രണ്ടും മാത്രമേ കഴുകാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ഒരു കുഞ്ഞു മുറവും. അപ്പം തന്നെ ചപ്പാത്തി അങ്ങ് ചുടാൻ തുടങ്ങി. മനസ്സിൽ ഉദ്ദേശിച്ച പോലെ ഡിന്നറിൻ്റെ കാര്യം ഓക്കെ ആയി. ഇനി ചായ ഇട്ട് കുടിക്കാം. ആലനുള്ള ചായ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ചായ എടുത്ത് കുടിച്ചു. ആലൻ എത്തിയപ്പോഴത്തേക്ക് പിള്ളേർക്കും എനിക്കുമായിട്ട് ഷവർമ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡിന്നറിനും ഈവനിങ് സ്നാക്സിനിടയിലും എന്തെങ്കിലും ഇതുപോലെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് തന്നെ ബുദ്ധിമുട്ടാവും. ഇനി രാത്രിയാവുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നും പറഞ്ഞ് നിൽക്കും. അപ്പോൾ ഞാൻ ഓട്സ് അങ്ങ് കാച്ചി കൊടുക്കും 2 പേർക്കും. ചോറ് വേണമെന്ന് ചോദിച്ചാൽ അത് കഴിക്കത്തില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വേണം ഞാനും ഡിന്നർ കഴിക്കാനായിട്ട്, ഹാലനും ഡിന്നർ കൊടുക്കാനായിട്ട്. മൂവി ഒരുവിധം എൻഗേജിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്രയൊന്നും അതിൽ ഞാൻ കണ്ടില്ല. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവർക്ക് ഒരുപാട് താങ്ക്സ്. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.